ആദിയും വ്യാധിയും ഉറ്റ ബന്ധുക്കളാണ്. ആദി മനസ്സിനും വ്യാധി ശരീരത്തിനും എന്ന വ്യത്യാസമേയുള്ളൂ. ആദി വ്യാധിക്കും വ്യാധി ആദിക്കും കാരണമായിത്തീരുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതിലും നശിപ്പിക്കുന്നതിലും മനസ്സ് ഒരു നിർണായക ഘടകമാണ്. സന്തുഷ്ടമായ മനസ്സ് ആരോഗ്യത്തിനും സന്തപ്തമായ മനസ്സ് അനാരോഗ്യത്തിനും ഇടവരുത്തുന്നു. മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് സന്തോഷവും സന്താപവും അനുഭവപ്പെടുന്നത്. ആ സ്വഭാവത്തിൻ്റെ ഗുണദോഷങ്ങൾ അപഗ്രഥിച്ചു പഠിച്ച് ദുസ്വഭാവങ്ങളെ അകറ്റി സൽസ്വഭാവത്തെ പുഷ്ടിപ്പെടുത്തണം. അശുഭകരങ്ങളായ ചിന്തകളെ നിഷ്കർഷാപൂർവം നിരാകരിക്കുക. ഭയം, വ്യസനം, വെറുപ്പ്, അസൂയ, ദുർമോഹം, അത്യാർത്തി, വലിയ കൊമ്പത്തു കയറാനുള്ള അത്യാശ ഇതെല്ലാം അനാരോഗ്യകരങ്ങളായ മനോവ്യാപാരങ്ങളാണ്. മനസ്സുവെച്ചാൽ ഇതെല്ലാം ഒഴിവാക്കി ആദിക്കും വ്യാധിക്കും വശം വദരാകാതെ കഴിച്ചുകൂട്ടാം. യോഗം ഒരു ജീവിത സമ്പ്രദായമാണ്. സുഖമായും സമാധാനമായും ജീവിക്കാനുതകുന്ന മാർഗങ്ങളാണ് യോഗം നിർദ്ദേശിക്കുന്നത്. കായബലവും മനോബലവും ഏകാഗ്രബുദ്ധിയും ആവശ്യമില്ലാത്തവരാരുമില്ല. അവർ ആരായാലും ശരി, ശാസ്ത്രീയമായി യോഗാഭ്യാസം പഠിച്ച് ജീവിതം ക്ലേശരഹിതമായി നിർവഹിക്കാവുന്നതാണ്. സർവവിധ ദുഃഖങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവർക്കുള്ള ആശ്രയസ്ഥാനമാണ് ഹഠയോഗം. അസാധാരണവും അലൗകികവുമായ ഒരു ചൈതന്യവും ശക്തിയും ചില സിദ്ധിവിശേഷങ്ങളും ഇവരിൽ കണ്ടുവരുന്നു. ഇച്ഛ, ജ്ഞാനം, ക്രിയ, ആഗ്രഹം, ആഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റിയുള്ള അറിവ്, അതനുസരിച്ചുള്ള പ്രവൃത്തി, ഇത് മൂന്നുമാണ് ഫലസിദ്ധിക്കുള്ള മാർഗങ്ങൾ. യോഗത്തിൻ്റെ മതമാണിത് മൂന്നും. സ്ത്രീകൾക്ക് യോഗാസനം ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. സംശയിക്കാനൊന്നുമില്ല. അവരാണ് യോഗാസനം ചെയ്യേണ്ടത്. പ്രകൃതിസിദ്ധമായ സൗന്ദര്യം നിലനിർത്താനും അകാല വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴാതിരിക്കാനും യോഗം അവരെ സഹായിക്കുന്നതാണ്. ലോകോ ഉപകാരാർത്ഥം. ശ്രീ പരമേശ്വരൻ ആദ്യമായി യോഗം ഉപദേശിച്ചത് ശ്രീ പാർവതിക്കായിരുന്നു എന്നാണ് പുരാണം പറയുന്നത്. സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാണെങ്കിൽ പരമേശ്വരൻ അതിനൊരുമ്പെടുമായിരുന്നില്ല. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ഓം